ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റിയാക്ഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പം എന്താണോ ആ പ്രത്യേകതകൾ പറയും? ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ അതിൽ പ്രത്യേകിച്ച് അജ്മൽ അതുപോലെ ഉണ്ണികൃഷ്ണൻ ഇവർ രണ്ടുപേരും സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ വീഡിയോ ആണ്. സോ ലാലേട്ടന്റെ ബർത്ത്ഡേ മാഷപ്പ് ലാസ്റ്റ് ഇയർ ഇറങ്ങിയ RCM പ്രോമോ റിമിക്സ് അവരിറക്കിയ ഒരു ബർത്ത്ഡേ മാഷപ്സ് ആണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ചൈൽഡ്ഹുഡ് മുതൽ ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. അതെ, കൂടുതൽ പറയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. He's been a superstar as long as I can remember, because there's only one Mohanlal that happens once in 100 years, I think. But even when you see him on screen, there's a magic. See, അദ്ദേഹം ഒരു അവതാരമാണ്. ഏത് സിനിമ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിലും എക്സ്പ്രഷൻ ഇവൻ സ്റ്റഡി ആയിട്ട് നിന്നിട്ടുണ്ട്. എന്തെങ്കിലും ഐ സ്റ്റോക്ക് എന്നൊക്കെ പറയില്ല, അതാണ്. ചാടി മറിയലും ഫ്ലെക്സിബിലിറ്റിയും പണ്ട് മുതലേ ഒരു കുറുമ്പാണ്, ഭയങ്കര കുറുമ്പ് കാണിക്കാൻ. ആനന്ദ നടനം അവൻ ആടി എന്നാണ്. ഇനി എന്റെ വീട്ടിൽ പോയോ? ക്ലൈമാക്സ് കാണാൻ പറ്റില്ല. അച്ഛനായിട്ട് അഭിനയിക്കുമ്പോ എന്റെ മകനാണെന്ന് പൂർണ്ണമായിട്ടും അല്ലേ നമുക്കും തോന്നാറ്. Won't that notice the ease with which, you know, the nuances that it picks up? മഞ്ഞൾ കുറിഞ്ഞ പൂക്കൾ very ugly in that. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് incredibly handsome ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം. മറ്റേ Mohanlal, it will be like a lighthouse. ഇപ്പോഴും മോശം മാസല്ലേ ഒരു കാലത്ത് റൊമാൻറ്റിക് മൊത്തങ്ങൾ. രാജാവിന്റെ മകൻ നല്ലൊരു എല്ലാ നായകന്മാരും ചെയ്യും. അതാണ് ആര് എന്നുള്ള ഡൗട്ടാണ്. കെമിസ്ട്രി എല്ലാവരുടെ പുറത്തോട്ടോ. അത് ഏത് നായകന്മാരാണെങ്കിലും പുറത്തുനിന്നാലും കുഴപ്പമില്ല. ഒരു കാലത്ത് ട്രെൻഡ് സെറ്റർ ഇപ്പോഴും പറയുന്ന മൂവീസ് അല്ലേ. വെള്ളമടിച്ച് നടക്കുന്ന അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നടൻ ലോകത്തിൽ അവതരിപ്പിച്ചാൽ ഞാൻ ഈ പണിയുന്നു. സത്യമാണ് ഈ സിനിമയിലെ വല്ലാണ്ട് പ്രയാസമുള്ള കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കുക. ശരിയാണ് അല്ലേ? അതെ, അതൊരു കോമഡി ആക്ടർ അല്ലാത്തോണ്ട് നീ എന്താ ഈ കത്തി വേഷത്തില്? എന്റെ അച്ഛനാണ് അപ്പോൾ ബാർബർ. ശ്രീനിവാസനും കൂടി ആവുമ്പോൾ നല്ല കോമഡി. ശരി സഹോദരി. ഇപ്പോഴും പറയുന്ന ഡയലോഗ്സ് അല്ലേ ഈ പടത്തിലേക്ക് അല്ലേ? എത്ര വർഷം കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആണ് ഡയലോഗ്സ്.
നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ കുറെ സമയത്ത് കളിയാക്കണം. Would you like to share some nice time with them? We'll go and enjoy. കുറെ കുടുംബമുണ്ടല്ലോ, ജഗതി ശ്രീകുമാർ, ശ്രീനിവാസൻ, മോഹൻലാൽ ജഗതി, മോഹൻലാൽ ജഗദീഷ്, മോഹൻലാൽ മുകേഷ് ഉണ്ട്, മോഹൻലാൽ ശ്രീനിവാസൻ ഉണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ നാട്ടുരാജാവ്. നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് തന്ത ഉണ്ടാക്കിയ നിയമം അല്ലേ? Since the law is always ഡയലോഗ് രഞ്ജി പണിക്കർ. നാടൻ ഡയലോഗ്സ് കൂടുതൽ. പക്ഷെ അത് ആ ഒരു എക്സ്പ്രഷൻ എല്ലാം വെച്ചിട്ട് ആ മൊമെന്റിൽ പറയാനുള്ളത് മുമ്പോട്ട് ഒന്നാളെ ഞാൻ ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടെ ഇത് ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് ഒരു സമയത്ത്. സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൽ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. തട്ടെന്ന് പറഞ്ഞാൽ തട്ടും. ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറില്ലേ കുറെ ആൾക്കാർ അല്ലെ? ഓരോ പടം കഴിയുമ്പോഴും നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്ക് ആയിട്ടുണ്ടേ. ഇപ്പൊ അടിക്കണം. ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഒരാൾക്ക് പണ്ടുപോലെ പെണ്ണുങ്ങളുടെ അല്ലേ കാമുകൻ. അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു, സർവ്വ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാട്ട് നമുക്ക് തോന്നിപ്പോറുണ്ട്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടാവുന്നത് മോഹൻലാൽ സിനിമയുള്ള കൊണ്ട്, അതും അതായിരിക്കും ഏറ്റവും ഹിറ്റും. ദേവദൂതനിലൊക്കെ ശരിക്കും ഒരു എന്താ പറയാ, ആ ഒരു ഇൻറ്റു ആയിരുന്നില്ല അല്ലേ? ചെയ്യുന്ന റോൾസിനോടൊക്കെ ആ ഒരു ജസ്റ്റിസ് കാണിക്കാതെ ഇതാണല്ലോ. അറിയുന്തോറും അകലം കൂടുന്ന മഹാസാഗരം. പാട്ടുകൾ അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ സോങ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. മോഹൻലാലിന് മാത്രമേ ആ സ്വാമിനാഥയിലെ സ്വരങ്ങള് ഒറ്റ ഷോട്ടാണ്. ഇത് മോഹൻലാൽ ഒറ്റ ലിപ്പിൽ പാടിയിട്ടുണ്ട്. ഡെഡിക്കേഷൻ. അത് കഷ്ടപ്പെട്ട് അവിടെ എത്തിയതിൻ്റെ ഒരു ഇതാണ് ഇപ്പോഴും കാണിക്കുന്നത്. എൻജോയ് ചെയ്താണ് അഭിനയിക്കുന്നത്, മാക്സിമം എൻജോയ് ചെയ്ത് അഭിനയിക്കുന്നത്. ഈസിയാണ്, ഭയങ്കര ഈസായിട്ട് അഭിനയിക്കണം, ഭയങ്കര ഈസായിട്ട്. നമുക്ക് കാണുമ്പോൾ ആയിരിക്കും ഭയങ്കര ഈസായിട്ട് അഭിനയിക്കണം. പക്ഷെ അല്ല, അത് ആ ക്യാരക്ടർ ഉൾക്കൊള്ളുകൊണ്ട് അഭിനയിക്കാണ്. നല്ല നടന്മാർ ഒരുപാട് പേര്, എങ്കിലും ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മോഹൻലാലാണ് ഒരു മഹാനായ നടൻ. The complete actor. ലാലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് മറ്റേ ശരിക്കും ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ അമരീഷ്പുരി കെട്ടി ലോകത്തൊരു നടൻ ചെയ്യും. ഡെഡിക്കേഷൻ. അത് ആ ടൈമിൽ ഒരു ഡിസ്കഷൻ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഷൂസൊക്കെ നിൽക്കാന്ന് പറയുന്നത് ഒരു ഇതന്നല്ലേ, സിനിമയ്ക്ക് വേണ്ടി ആയാലും. സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ലോഹിതദാസ് പടമായിരുന്നു. അത് ലാസ്റ്റ് മൊമെന്റ് ഒന്ന് കൊണ്ടുപോയാണ്. ഏത് വേഷം ഇറങ്ങി ചേരുകയും അത് മനോഹരമായി ചെയ്യുന്ന ഏക നടൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ മോഹൻലാൽ മാത്രമേ. മോഹൻലാലിനെ പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഒരേ ഒരു രാജാവ്. എന്നെ വിസ്മയിപ്പിച്ച പോലെ ആരും വിസ്മയിപ്പിച്ചിട്ടില്ല. മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സോ ഫസ്റ്റ് ഓഫ് ഓൾ വെരി റെസ്പെക്ട് ടു ലാലേട്ടൻ. കാരണം ഇതൊക്കെ നമ്മൾ ഒറ്റ ഇതിനകത്ത് കണ്ടു കഴിയുമ്പോൾ തന്നെ ലൈക്ക് നമുക്ക് തന്നെ വിചാരിച്ചു ലൈക്ക് എല്ലാം കൂടി എന്താ പറയുക അടങ്ങിയിട്ടുള്ള ഒരു ആള് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം വഴങ്ങുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി, വെള്ളം പോലെയാണ് ലാലേട്ടൻ എന്ന് പറയുവാണെങ്കിൽ. കാരണം ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഷേപ്പ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാൽ അത് വേറെ ഷേപ്പ് ആകും. ഈസി ആയിട്ട് അഭിനയിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. ആക്ടിങ്ങിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലാലേട്ടനെ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റില്ല. കാരണം അങ്ങനെ വേറെ ലെവലാണ്, നമുക്ക് റേഞ്ച് വേറെയാണ്. ഇപ്പൊ ഓരോ വേഷങ്ങള് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത് പുലിമുരുകനാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും ലാലേട്ടന്റെ മൂവീസ് ആണ്. അതെ അതെ. ഇപ്പൊ ആടുതോമയായാലും അല്ലെങ്കിൽ നരസിംഹത്തിലെ ഇന്ദുചൂടനായാലും രാവണപ്രഭുവിലെ കാർത്തികേയനായാലും മംഗലശ്ശേരി നീലകണ്ഠനായാലും ഓൾമോസ്റ്റ് പേരുകൾ ഭയങ്കര ഫേമസ് ആണ്. ക്യാരക്ടർ പേര് നമ്മള് ഫേമസ് ആകുക എന്നുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണ്. വിൻസെന്റ് തോമസ്, അതെ, രാജാവിന്റെ മകൻ. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ വരെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവര് കൊണ്ടു നടക്കുന്നൊരു ക്യാരക്ടേഴ്സ് ക്യാരി ചെയ്യുന്ന ഒരു ആക്ടറാണ് ശരിക്കും ലാലേട്ടൻ. പണ്ട് മുതൽ, അതായത് ലാലേട്ടൻ ആക്ടിങ് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തുടങ്ങി ഇപ്പൊ വരെ എനിക്ക് തോന്നുന്നു എല്ലാ ജനറേഷനിലുള്ള പെണ്ണുങ്ങളും ആരാധിക്കുന്നത്, ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ലാലേട്ടനായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് റൊമാൻറ്റിക് ഹീറോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പിന്നീട് ഇഷ്ടപ്പെട്ട ഒരു മാസ് ഹീറോ ആയിരിക്കാം, പിന്നീട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി മാൻ ആയിരിക്കാം. പക്ഷെ ഏത് രീതിയിലായാലും ഏത് ജോണറിലായാലും ആള് ഇപ്പോഴും സേഫ് ആണ്, ആരാധന എന്നുള്ള രീതിയിൽ. എന്റെ അമ്മയുടെ ജനറേഷനിലൊക്കെ അവരുടെ കല്യാണത്തിന് മുന്നൊക്കെ പറയായിരുന്നു എനിക്ക് ലാലേട്ടനെ പോലെ ഒരാളെ കിട്ടണം, എന്താ പറയാ കല്യാണം അല്ലെങ്കിൽ ഒരാള് അതുപോലത്തെ ഒരാളാണ് എല്ലാവരുടെയും സങ്കല്പം. എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത്. പിന്നെ ലാലേട്ടനെ പോലെ മീശ വെക്കുക അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ട്രെൻഡ് സെറ്റർ എന്നുള്ള രീതിയിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു പണ്ട് മുതലേ ഒരു പെൺകുട്ടികൾക്കുള്ള ഒരു കംപ്ലീറ്റ് മാൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റ് പൊതുവെ ലാലേട്ടന്റെ ക്യാരക്ടേഴ്സ് അതിനെയാണ് നമ്മൾ എപ്പോഴും ആരാധിക്കുന്നത്. പുള്ളിക്കാരൻ കുറെ ലുക്കിൽ വരും, പല പല വെറൈറ്റി ലുക്കിൽ വരാറുണ്ട്. മീശ വെച്ച്, താടി വെച്ച്, മുടി വെച്ച്, അങ്ങനെ. പക്ഷെ എങ്ങനെയായിരിക്കും കൂടുതൽ എനിക്ക് കൂടുതൽ മീശ താടി വെച്ചിട്ട് വരുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയാ ലുക്ക് തോന്നിയിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മർ ഇൻ ബെത്ലഹേമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മൂവി ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ എനിക്കറിയില്ലായിരുന്നു ലാലേട്ടൻ അതിനകത്ത് ഉണ്ടെന്ന്. ജയറാമും സുരേഷ് ഗോപിയും കൊണ്ടുവന്ന ആ പടം അവസാനം ആ ഒരു മൊമെന്റില് അല്ലെങ്കിൽ ലാസ്റ്റ് 20 മിനിറ്റിൽ അങ്ങോട്ട് നമ്മൾ കാണുമ്പോഴേക്കും ഷോക്കായി പോകും. ആൻഡ് അതിനകത്തുള്ള ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആരെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു ക്ലൈമാക്സ്, അതിനുശേഷം ആ ഒരു ടൈപ്പ് ക്ലൈമാക്സ് ഇതുവരെ വന്നിട്ടില്ല. ഹീറോന് വേണ്ടിയിട്ടുള്ള എല്ലാ മാസ് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആ ഒരു മാസം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഡയലോഗ് ഡെലിവറീസ് ആണെങ്കിലോ എല്ലാം നോക്കുമ്പോഴാണെങ്കിലും, പിന്നെ ഈ തച്ചോളി വർഗീസ് ചേകവൻ ആ മൂവി കാണുമ്പോൾ എല്ലാവരും ലാലേട്ടന്റെ ആരാധികമാരായി പോകും. അത്യാവശ്യം ഷെയ്വൊക്കെ ചെയ്ത് മീശ മാത്രം വെച്ചുകൊണ്ടല്ലേ മീശ പിരിച്ചൊക്കെ വരുന്നൊരു ലുക്ക്. എനിക്ക് പേഴ്സണലി ചെറുപ്പം മുതൽ ഏത് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. ആദ്യം തുടക്കത്തിലും പറഞ്ഞു എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഞാൻ കാണുന്നൊരു ഫേസ് ആണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മമ്മയായാലും എൻ്റെ അച്ഛനായാലും ഏകദേശം ഒരു ജനറേഷൻ, 3 ജനറേഷൻ, 3rd ജനറേഷൻ ഞാനടക്കം ഇഷ്ടപ്പെടുന്നൊരു ഏത് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ. കാരണം എല്ലാത്തിലും അതിൻ്റെതായ ഓരോ സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടാണ് പോയേക്കണത്. അപ്പൊ ആ ഒരു ചെയ്തതുകൊണ്ട് തന്നെ ഓരോന്ന് പാസ്റ്റ് കഴിയും തോറും ഇപ്പോഴും പുതിയത് ഇനി നമ്മൾ നോക്കുകയാണ്, ഇനി അടുത്തല്ലേ എന്തായിരിക്കും. ബ്രോഡാഡിയിൽ വരുമ്പോ എത്ര ഡിഫറൻസാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയല്ലേ. എനിക്ക് ആ പടത്തിൽ ഇപ്പൊ ബ്രോഡാഡിയുടെ ട്രെയിലർ കാണുമ്പോ എനിക്ക് പണ്ടത്തെ തിരിച്ചു വന്നു എന്നുള്ളൊരു തോന്നൽ. ഡെഡിക്കേഷൻ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആ ഒരു ഏജിലും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വേണമെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിന് വരെ നമുക്ക് പറ്റില്ല ചിലപ്പോൾ. പലരും ഡ്യൂപ്പോച്ചൊക്കെ ചെയ്യുന്നു, ലാലേട്ടൻ ഡ്യൂപ്പോച്ച് ചെയ്യുന്ന കുറവല്ലേ. ചിലപ്പോൾ ഡയറക്ടേഴ്സ് അങ്ങോട്ട് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക, അതും അവര് പറഞ്ഞിട്ടായിരിക്കും ഇല്ല അത് റിസ്ക് ആണെന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അതുവരെ ചില സമയത്ത് പറയും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ. അതെനിക്കൊന്ന് പണ്ട് മുതലേ ആ ഒരു ആക്ഷനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതെല്ലാം മൂവീസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ക്ലാസിക്കൽ ഡാൻസോ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, സ്റ്റിൽ ആ ഒരു റോൾസ് ഒക്കെ ചെയ്യാൻ പറ്റിയെന്നുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടിട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റുന്നത് കെമിസ്ട്രി, അതായത് ലാലേട്ടന്റെ കെമിസ്ട്രി വിത്ത് ഹീറോയിൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ശോഭന തന്നെയാണ്. പിന്നെ ലാലേട്ടൻ മഞ്ജു വാര്യർ, അതിപ്പോ പിന്നെ ലാലേട്ടൻ മീന, അതും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പണ്ടത്തെ ആണെങ്കിൽ ഉർവശി ഉണ്ട്, അല്ലെങ്കിൽ
രേവതി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേര് എടുത്ത് വെച്ച് നമ്മളിപ്പോ ഒരു പടം കാണുമ്പോ ഓക്കെ അപ്പൊ നമ്മൾക്ക് തോന്നും ഇതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞ് അടുത്ത പടം കാണുമ്പോൾ ഓക്കെ നമ്മൾക്ക് ഇതായിരിക്കും ബെറ്റർ. അതിന് ഇപ്പോൾ ഉള്ള ആക്ട്രസിന്റെ കൂടെ അവർ അഭിനയിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ദി ആറ്റിറ്റ്യൂഡ്, സ്പെഷ്യലി ഒരു ആക്ടർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് എവർ ഈസ് പ്രസന്റ്, ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്ന ആളാണ് ലാലേട്ടൻ. അതായത് വാട്ട് ഇസ് പാസ്റ്റ് എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ പുള്ളിക്കാരൻ നോക്കും. കുറേ അധികം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഏതെങ്കിലും ഒരു മൂവിനെ പറ്റി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളുടെ മൈൻഡിന് ഒരു അപ്സെറ്റ് ആയിരിക്കും. അതായത് ഓക്കെ ഇനി നെക്സ്റ്റ് മൂവി വരുമ്പോഴും ചിലപ്പോൾ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലൈഫിൽ അഡാപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ലൈഫ് കൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ വിനയം, മലയാളം ആക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഒരു പുതിയ ആക്ടറിന്റെ ആ ഒരു വിനയവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആക്ടറാണ് ആ ലെജൻഡറി ആക്ടർ എന്ന് പറയുന്നത്. അതങ്ങനെയാണ്, അവർക്ക് ഒരിക്കലും ആ ഒരു അഹങ്കാരോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവരെന്തൊക്കെയോ ആയി എന്നുള്ളത് എപ്പോഴും ആ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പല ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ടു ദി ക്വസ്റ്റ്യൻ ആയിരിക്കും ആൻസർ വരുന്നത്. എല്ലാം സൗമ്യമായി കൂളായി എല്ലാം പറയാം, അല്ലാണ്ട് വെറുതെ ദേഷ്യപ്പെടുകയോ. സോ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് കൺട്രോൾ ഓവർ ആക്ച്വലി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം. കാരണം ഇപ്പൊ ചെറിയ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരു 3-4 വയസ്സായിട്ടുള്ള കുട്ടികൾ വരെ വിളിക്കുന്നില്ല ലാലേട്ടൻ വിളിക്കുന്നത്. അതിന്റെ ഒരു ഭാഗ്യം. ഇനിയും ലാലേട്ടന്റെ നല്ല നല്ല മൂവീസ് പ്രതീക്ഷിക്കുന്നു വരാനായിട്ട്. അതുപോലെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, RCM പ്രൊമോ റിമിക്സ് അവര് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ റോൾസും. അതായത് ഓരോ കാണിച്ചിരിക്കുന്ന നമ്മൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത് കട്ട് ചെയ്ത് കറക്റ്റ്. അതായത് ഇടക്കാലത്ത് എടുത്തു നോക്കി കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, അത് ആക്ഷനും മറ്റേതൊക്കെ അല്ല, ആക്ടിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് വില്ലനിലെ റോളായിരുന്നു. കാരണം അതിനകത്ത് ആ മഞ്ജു വാര്യർ അവിടെ കിടക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ആ കണ്ണ് അഭിനയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. അതുവരെ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അതെ, അത് നല്ലോണം എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ അതിനും ഒരു അപ്രിസിയേഷൻ എന്തായാലും കൊടുക്കേണ്ടതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ലാലേട്ടനെ സജസ്റ്റ് ചെയ്തതിനും അവരോടും പ്രത്യേകം നന്ദിയുണ്ട്. ഇനിയും കുറെ സിനിമകൾ അഭിനയിക്കട്ടെ ലാലേട്ടൻ, ഇനിയുള്ള ജനറേഷനും കൂടി കാണട്ടെ ലാലേട്ടനെ. ഇപ്പോ ഇറങ്ങാൻ പോകുന്ന ബ്രോ ഡാഡി എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മളും കട്ട വെയിറ്റിംഗ് ആണ്. പുതിയൊരു റിയാക്ഷൻ വീഡിയോ വരുന്നവരേക്കും ബൈ.